വകുപ്പ് ചോദിക്കാതെ അഭിനന്ദനം പറയാണ്. വകുപ്പിന്റെ ചർച്ചകളൊക്കെ നടക്കുന്നതേ. പിന്നിപ്പോ മന്ത്രിമാരെ ഫൈനലൈസ് ആക്കി ലിസ്റ്റ് കൊടുക്കണമല്ലോ. അതിപ്പം അധികം വൈകാതെ ഉണ്ടാവും. നജീബ് സാർ ഒരു കാര്യം പറയുന്നത്, ജനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നൊന്നും വെറുതെ ആവില്ല എന്നുള്ളത്. അങ്ങനെ നല്ല അനുഭവമുള്ള ഒരാളാണ്. ഞാൻ നജീബ് പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സമാനമായ അനുഭവം ഉണ്ടായതുകൊണ്ടാണ്. കാരണം ഞാൻ കഴിഞ്ഞ തവണ അവിടെ പോയുമ്പോൾ അവിടെ ഒരു LDFന്റെ ഉറച്ച കോട്ടയാണ്. ഇത്തവണ ഏതോ അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അത്. പക്ഷേ ഇത്തവണ അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് 32,500 വോട്ട് എന്ന് പറയുന്നത് കുണ്ടറ പോലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ അതൊരു വലിയ സ്നേഹമാണ്. ഞാനതിനെ മാർജിൻ എന്നല്ല പറയുന്നത്. 32,500 മുകളിലുള്ള ഒരു വലിയ സ്നേഹമാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ജനങ്ങളോടുകൂടി എങ്ങനെ ബന്ധപ്പെടുന്നു അതിൻ്റെ ഇരട്ടിയായിട്ട് അവർ നമുക്ക് തിരിച്ചു തരുമെന്നതിൻ്റെ. നിങ്ങളിപ്പോൾ ഒരു പുതിയ ക്യാബിനറ്റ് കൊണ്ടുവരാൻ പോവാണ്. ആളുകൾക്ക് നിങ്ങൾ കുറേയധികം വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജനപ്രിയ വാഗ്ദാനങ്ങൾ പലതും നടപ്പിലാക്കിയിട്ടില്ല പറഞ്ഞ് നിങ്ങൾ ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ സമരമൊക്കെ തുടങ്ങി കഴിഞ്ഞു. സോ അതിനെല്ലാം പ്രയോറിറ്റി ഉണ്ടാവുമോ? വേഗത്തിൽ തന്നെ ഉണ്ടാവുമോ? അല്ല, ഞങ്ങളുടെ ആ വാഗ്ദാനങ്ങളൊക്കെ തന്നെ വളരെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഗ്ദാനങ്ങളാണ്. അത് ഓരോ മേഖലയിലുള്ളതാണ്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് വലിയ മെഗാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് എല്ലാം വരാം. ഇത്തരം വാഗ്ദാനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പൊതുവിമർശനമാണ്. അതായത് ഇതിനെ ഫ്രീ ബീസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതിപ്പോൾ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയിട്ട് മാത്രമല്ല വരേണ്ടത്, അതുണ്ടാകണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കുമെന്ന് പറഞ്ഞത് ഇവിടെ അത് ഞങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പറഞ്ഞു KSRTC പൊളിയാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ KSRTC നന്നാവത്തേ ഉള്ളൂ. കാരണം ഈ യാത്രയുടെ പണം ഗവൺമെൻറ് കോർപ്പറേഷനാണ് കൊടുക്കുന്നത്. തെലങ്കാനയിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ബസ്സിൽ യാത്ര ചെയ്യുന്നവർ മുമ്പ് പുരുഷന്മാരായിരുന്നു കൂടുതലെങ്കിൽ ഇപ്പോൾ തെലങ്കാനയിലെ ബസ്സിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം സ്ത്രീകളായി. അവർ ദൂര സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യാൻ തയ്യാറാകുന്നു. കാരണം അവർക്ക് യാത്ര സൗജന്യമാണ്. അപ്പോൾ വീട്ടിലെ വരുമാനം ഇരട്ടിയാകുന്നു. അവരാ തുക ആയിട്ട് മാർക്കറ്റിലേക്ക് പോകുന്നു. മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങുന്നു. റൂറൽ എക്കണോമി ശക്തിപ്പെടുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ അതൊരു ചെയിനാണ്. അതിനൊരു വലിയ സാമൂഹികമായ ഞാൻ വിഷ്ണു ചോദിക്കുന്നത്, ആളുകൾക്കൊരു ഹൈ എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം ഈ 102 സീറ്റുമായിട്ട് നിങ്ങളെ തരുന്ന വെച്ചാൽ ടോട്ടൽ ചേഞ്ച് ആൾക്കാർ ആഗ്രഹിക്കുകയാണ്. സോ അതിന്റെ തുടക്കത്തിൽ ആ നിരക്കുള്ള ഒരു ഹൈ ഇമ്പാക്ട് ആയിട്ട് നാളെ ഇപ്പം മന്ത്രിസഭ ഞങ്ങൾ ഈ ആദ്യം ആഗ്രഹിക്കുന്നതിൽ നിന്നും ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റിന്റെ ഒരു നയാ പൈസയുടെ സമ്മർദ്ദമില്ലാതെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്നറിയോ? അഹങ്കാരമില്ലാതാവുക എന്നുള്ളതാണ്. അഹങ്കാരത്തിനെതിരായിട്ടുള്ളൊരു വിധിയെഴുത്താണ്. അപ്പം ഞങ്ങൾ അഹങ്കരിക്കാതിരുന്നാൽ തന്നെ നിങ്ങൾ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു സാധനം ഞങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റും. ഞങ്ങൾ 21 ആളുകൾ വരുന്ന UDFന്റെ മന്ത്രിസഭയിലുള്ളവർ ഇത് ജനങ്ങളുടെ മുകളിലേക്ക് കുതിര കയറാനുള്ളതല്ല. സമരം ചെയ്യുന്ന മനുഷ്യരെ പാട്ടപുറക്കികൾ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാനുള്ളതല്ല. സമരം ചെയ്യുന്നവരെയും കേൾക്കാനും അവരോട് അനുതാപം കാണിക്കാനും ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാം എന്ന് അവരോട് പറയാനും എന്തൊക്കെ പറ്റില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താനും കഴിയുന്ന ഒരു സമീപനം എടുക്കുമ്പോൾ തന്നെ അത് വലിയ ഭരണമാറ്റമായിരിക്കും. അല്ല, അത് ഇപ്പം ക്യാബിനറ്റ് കൂടിയിട്ട് എടുക്കുമല്ലോ. എടുത്തിട്ട് അതിനകത്തുള്ള ഏതാണ് ആദ്യം എടുക്കാൻ കഴിയുക എന്നുള്ളത് സംതിങ് സർപ്രൈസിംഗ് നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. വേണം ജനങ്ങൾക്കായിട്ട് പ്ലീസ്. ഉണ്ടാവും. ഓക്കെ